റോയിച്ചാൻ, ശശി തരൂരിന്റെ ലേഖനം ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ശശി തരൂരിന് മറുപടി പറയുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞു. ഇതിലൂടെ വിവാദങ്ങളെ ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിയും. ഇതിനകത്ത് രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശശി തരൂർ പറഞ്ഞ കണക്കുകൾ എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ തിരുത്താൻ തയ്യാറാകും എന്നാണ് പറഞ്ഞത്. ആ കണക്കുകളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് മറുപടി എന്ന മട്ടിൽ അത് പറഞ്ഞത്. അപ്പോൾ ശശി തരൂർ ഉദ്ധരിച്ച കണക്കുകൾ തെറ്റാണെന്നാണ് വി ഡി സതീശൻ ഇന്ന് സ്ഥാപിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ തോളിൽ ചാരി പറഞ്ഞ കാര്യം. അതിനകത്ത് രണ്ട് കാര്യമാണ് സതീശൻ എടുത്തു പറഞ്ഞത്. ഒന്ന്, ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് 2021 മുതൽ അത് വേൾഡ് ബാങ്ക് ആയിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിരുന്നത്. അവരത് 2023 മുതൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് കാരണം പറഞ്ഞത് അതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ക്രൈറ്റീരിയയെ അവർ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കേരളത്തിലെ സർക്കാരുകൾ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ 28ാം സ്ഥാനത്ത് നിന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് 1ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുന്നത്. അപ്പം അത് ഇല്ലാത്ത ഒരു രേഖയെക്കുറിച്ച് പറയുന്നു എന്നാണ് സതീശൻ പറഞ്ഞ് സ്ഥാപിച്ചത്. അല്ലെങ്കിൽ അതുണ്ടെന്ന് ഇനി സ്ഥാപിക്കാനുള്ള ബാധ്യത വ്യവസായ മന്ത്രി രാജീവിൻ്റേതാണ്. അപ്പം ആ ഒരു കാര്യത്തിനകത്ത് ശശി തരൂരാണ് ഇനി അത് ന്യായം പറയേണ്ടത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത വരുത്തണം. അല്ലെങ്കിൽ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ്ങിനെ ആശ്രയിച്ചു എന്നുള്ളത് പറയാനുള്ള ബാധ്യതയും ശശി തരൂരിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടി അതിനെ ആസ്പദമാക്കിയ ഒരു കണക്കിനെക്കുറിച്ചും സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കണക്കിനെ ആധാരമാക്കിയാണ് ശശി തരൂർ പറഞ്ഞത്. അതെന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്നത് തന്നെ ഒരു സ്വകാര്യ സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികത തന്നെ സംശയാസ്പദമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇനിയിപ്പം ശശി തരൂരാണ് ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുള്ളത്. അതിലൊക്കെ ഉപരിയായിട്ട് ശശി തരൂർ വളയമില്ലാതെ ചാടുന്നു എന്നൊരു ഫീലിംഗ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. അവർ പക്ഷേ ശശി തരൂരിനെ ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് പുറത്താക്കാനോ അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാനോ ഇപ്പോൾ തൽക്കാലം തയ്യാറാവുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് അത് ശശി തരൂരിൻ്റെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുള്ള ശശി തരൂരിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂവിനെ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. ശശി തരൂരിന് അങ്ങനെ ഒരു ഗ്ലാമർ പരിവേഷം ഈ ഘട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന സൂചന തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിനകത്ത് അതൃപ്തിയുണ്ടെന്നും ഹൈക്കമാൻഡിൻ്റെ പാർട്ടി നയങ്ങൾക്കോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നുമുള്ള ഒരു മെസ്സേജാണ് ഇന്നലെ KC വേണുഗോപാൽ വഴി കൊടുത്തതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം, ശശി തരൂർ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ശശി തരൂർ ഇതേപോലെ ഇറങ്ങിയ സമയത്ത് ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ MK രാഘവനായാലും ചില NSS പോലുള്ള സാമുദായിക സംഘടനകൾ, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ തന്നെ ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനകത്ത് ഒരു കുഞ്ഞു പോലും രംഗത്ത് വന്നിട്ടില്ല. കോൺഗ്രസിനകത്തുനിന്ന് വേണമെങ്കിൽ പറയാം മുൻ MLA ആയ ശബരിനാഥൻ മാത്രമാണ് ഏതാണ്ടൊരു ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന മട്ടിൽ പറഞ്ഞത്. അതൊഴിച്ചാൽ ശശി തരൂരിന് കോൺഗ്രസിനകത്തുനിന്ന് ഒരു പിന്തുണയും ഈ കാര്യത്തിനകത്ത് കിട്ടിയില്ല. ശശി തരൂർ കപ്പൽ നോട്ടയിടുകയാണെന്നാണ് പൊതുവെ എല്ലാ കോൺഗ്രസ്സുകാരും പറഞ്ഞത്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് ശശി തരൂർ പോയി എന്നുള്ളതും ശശി തരൂർ സ്വയം മാന്യനാകാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലാണ് K മുരളീധരനായാലും MM ഹസനും രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ പറഞ്ഞത്. അതിനകത്ത് MM ഹസനാണ് ഏറെ കടത്തി പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്തരം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനം അംഗത്വം രാജിവെച്ചിട്ട് വേണം ഇത് പറയാനെന്നുള്ളത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കിയ സംഭവം. മുരളിയും ഏതാണ്ട് സമാനമായ അതേ ആശയങ്ങളാണ് പുറത്തു പറഞ്ഞത്. അപ്പോൾ ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിൻ്റെ കേന്ദ്ര രാഷ്ട്രീയത്തിലും ഏതാണ്ട് ഇപ്പോൾ തൽക്കാലം ഒറ്റയാനായിട്ട് നിൽക്കുകയാണ്. കാരണം ശശി തരൂർ ഈ പറയുന്നതൊന്നും സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന് ദഹിക്കുന്നതല്ല. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും. ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറായി വന്നിട്ടില്ല. അത് അധികപ്രസംഗമായ വർത്തമാനമാണ് പറഞ്ഞു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതൊരുപക്ഷെ ശശി തരൂർ മനസ്സിലായെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം അതിനകത്ത് അവർ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ അക്കാര്യത്തിലുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ 9 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ കോൺഗ്രസിൻ്റെ നയപരിപാടികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും മത്സരിച്ചതും ജയിച്ചതുമല്ല. ആ സമയത്തൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയത്തെ പൂഴ്ത്താനോ
അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം ഉണ്ടെന്ന് പറയാനോ ശശി തരൂർ ധൈര്യം കാണിച്ചില്ല. അതെന്തുകൊണ്ടാണ് ധൈര്യം കാണിക്കാത്തത്? അന്നേ ഈ ഡേറ്റകളെല്ലാം ഉണ്ട്. ഈ പറയുന്ന ഡേറ്റകളെല്ലാം അന്നേ മാർക്കറ്റിലും പൊതുമണ്ഡലത്തിലും ഉള്ള ഡേറ്റകളാണ്. അദ്ദേഹം ഇപ്പോൾ ഉദ്ധരിച്ച് ഈ ലേഖനം എഴുതി. അന്ന് തോന്നാത്ത വെളിപാടാണോ ഇപ്പോൾ തോന്നിയെന്നാണ് സാധാരണക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ശശി തരൂർ സ്വന്തം പാർട്ടിയോട് നന്ദികേടാണ് കാണിച്ചതെന്ന് തന്നെയാണ് സതീശൻ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസ്സുകാർക്ക് എല്ലാ അഭിപ്രായമുള്ളത്. സതീശൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം കെ റെയിലിനും പുള്ളി പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് എടുത്തത്. അന്ന് പുള്ളിയെ നേരിൽ കണ്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തപ്പോഴാണ് പുള്ളി പാർട്ടി നിലപാടിനോടൊപ്പം വന്നു. ഇപ്പോഴും അതേപോലെയാണ്. അങ്ങനെ ഓരോ തവണയും പാർട്ടി നിലപാട് ചെന്ന് കണ്ട് പറഞ്ഞ് തിരുത്തേണ്ട ആളാണ്. അതിന്റെ ആവശ്യമില്ല. അതിന് ഒരു കോൺഗ്രസ് ഒരു പാർട്ടിക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഒരു പാർട്ടി പൊതുവായിട്ട് എടുക്കുന്ന നിലപാട്, അതായത് അവരവരെ പല ഫോറത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഒരു പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് അതിനകത്തുനിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം, നിങ്ങളാരാ? കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന പരമോന്നത സമിതിയുടെ അംഗമാണ്. അങ്ങനെ ഒരാൾ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് കാണിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായ സദസ്സുകളിൽ പറയാനുള്ളതാണ്. ഒരു പൊതുമണ്ഡലത്തിൽ വന്ന് എഴുതി വെച്ചിട്ട് അത് എൻ്റെ പാർട്ടി നയമാണെന്നോ അത് എല്ലാവരും സ്വീകരിക്കണമെന്നോ ഞാൻ വളരെ വ്യത്യസ്തനാണെന്നോ എന്നൊക്കെ നടിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമായ കാര്യം. ലോകത്ത് ഒരു പാർട്ടിയും അത് അംഗീകരിച്ച ചരിത്രവുമില്ല. ഇപ്പോൾ CPM ആയാലോ BJP ആയാലോ മറ്റു പാർട്ടികളാണോ അവർ സ്വീകരിച്ചിരിക്കുന്ന നയത്തിനും നിലപാടുകൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരെ ആരും സഹിച്ച് കണ്ടിട്ടില്ല. അവർ അത്തരം പ്രോത്സാഹിപ്പിച്ചും കണ്ടിട്ടില്ല. നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണങ്ങളുണ്ട്. കേവലം ഗൗരിയമ്മയെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ തലമുതിർന്ന നേതാവ് ആലപ്പുഴ ജില്ലാ വികസന സമിതി എന്ന് പറയുന്ന അന്നത്തെ സർക്കാർ കരുണാകരൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സമിതിക്കകത്ത് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി അവരുടെ പേരിൽ നടപടിയെടുത്തു. അവരെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞ രണ്ടാമത്തെ കാരണമായിരുന്നു ഇത്. പാർട്ടിയോട് ആലോചിക്കാതെ ജില്ലാ സമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ME രാഘവനെ എന്തിനാണ് പുറത്താക്കിയത്? ME രാഘവൻ പാർട്ടിയുടെ നയത്തിന് എതിരായിട്ട്, വ്യവസ്ഥാപിതമായ നയത്തിനെതിരായിട്ട് സംസാരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് പുറത്താക്കിയത്. യശ്വന്ത് സിൻഹയെ എന്തിനാണ് BJP പുറത്താക്കിയത്? ആ പാർട്ടിയുടെ നയത്തിനും മോദിക്ക് എതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ശശി തരൂർ ഈ പറയുന്ന ന്യായത്തിന് അത് ഒരു കാര്യവുമില്ല. ഒരു പാർട്ടിയും അത് സഹിക്കാനും കഴിയത്തില്ല. ഒരു പാർട്ടി അത് അംഗീകരിച്ച ചരിത്രവുമില്ല. അപ്പോൾ ശശി തരൂർ ഈ കാണിക്കുന്ന മുഴുവൻ എന്താണ്? ഒരു പാർട്ടിയോട് ചെയ്യുന്ന വെല്ലുവിളിയാണ്. ഈ പാർട്ടിയുടെ സൗജന്യങ്ങളും ഈ പാർട്ടിയുടെ ഔദാര്യങ്ങളും ഈ പാർട്ടി നൽകിയ പദവികളും എല്ലാം കൈവച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇല്ലേ? ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്, ഇല്ലേ? കോൺഗ്രസിൽ വന്നത് എന്തിനാണ്? ഇവിടെ പുണ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിനോ അല്ലല്ലോ വന്ന്. അദ്ദേഹം അതിന് പദവികൾ കിട്ടും, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ കെയർ അദ്ദേഹം മന്ത്രിയായി, ഇപ്പം 4ാം തവണ MP ആയി നിൽക്കുന്നു. ഇതൊക്കെ കൈ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, സ്വന്തം പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും പാർട്ടി സഹിക്കാൻ കഴിയുമോ? ഒരു പാർട്ടി സഹിക്കത്തില്ല. ആ ഘട്ടത്തിലായിരിക്കാം നടപടി എടുക്കുകയാണെങ്കിൽ നടപടി എടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനോ ആയിരുന്നെങ്കിൽ അവരെ ഇന്ന് നടപടി എടുത്ത് പുറത്താക്കിയതിനെ വരുന്നത്. അതേപോലുള്ള പണിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ അത് ഒരിക്കലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ പെരുമാറുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം എഴുതിയിരിക്കുന്ന എഡിറ്റോറിയൽ തന്നെ അതാണ്. ശശി തരൂരിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ശശി തരൂരിനുള്ള അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ്. ആരാച്ചാരുടെ അഹിംസാ പ്രസംഗം എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ ഇട്ടിരിക്കുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലാവും, ഇല്ലേ? കർക്കിടക മാസത്തിൽ ആരും രാമനാമം സന്ധ്യാനേരത്തിൽ ജപിക്കാറില്ല, ജപിക്കുന്നത് ശരിയല്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞതും. അതിൻ്റെ അർത്ഥം എന്താണ്? ശശി തരൂർ വളയമില്ലാതെ പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുറച്ചുനാൾ മുമ്പ് വരെ മുഖ്യമന്ത്രി കസേര വരെ ലക്ഷ്യമിട്ടാണ് ശശി തരൂർ ഓരോ നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിവാദം കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അവഗണിക്കപ്പെട്ടു. വിശ്വപൗരൻ എന്നുള്ള നിലയിലുള്ള ഒരു പാർട്ടി തന്നെ ആ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി ശശി തരൂരിനുണ്ട്. ആ ഒരു പരാതിയും കൂടെ ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു വിമത ശബ്ദത്തിന് കാരണം. അല്ല, ശശി തരൂർ ഈ പറയുന്ന പരാതിക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ശശി തരൂര് ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ത് വികസനം കൊണ്ടുവന്നിട്ടാണ്? പാവപ്പെട്ട കോൺഗ്രസ്സുകാർ വീടാന്തരം കയറി അവർ സമരം നടത്തിയും സർക്കാരിനെതിരെ പ്രചരണം നടത്തിയും ഒക്കെയാണ് ഇവിടുത്തെ സമുദായ സംഘടനകളെ കൂടെ നിർത്തിയൊക്കെയാണ് ശശി തരൂരിനെ അവർ ജയിപ്പിച്ചത്. ശശി തരൂർ എവിടെയാണ്? കോൺഗ്രസിൻ്റെ വ്യവസ്ഥാപിതമായ നയങ്ങൾക്കെതിരായിട്ടെല്ലാമാണ്. വിഴിഞ്ഞം സമരകാലത്ത്, അതായത് മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തിയ സമയത്ത് അന്ന് അദാനിയുടെ കൂടായിരുന്നു, ഇല്ലേ? കോൺഗ്രസ് അന്ന് നയം എന്തായിരുന്നു? ഈ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു. ലത്തീൻ സഭയ്ക്കൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നിന്നത്. അതിനെതിരായിട്ട് നിന്ന ആളാണ്. രാഹുൽ ഗാന്ധി പിന്തുണ കൊടുക്കാൻ വന്ന സമയത്താണ്
അദ്ദേഹം അന്ന് രാഹുൽ ഗാന്ധി അതിനകത്ത് പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ ഇത് കോൺഗ്രസിന് ഒരു ഗുണവും ചെയ്യാത്ത മട്ടിലുള്ള സംസാരങ്ങളാണ് ഈ നടത്തുന്നത് മുഴുവൻ. അപ്പോൾ അത് കോൺഗ്രസ് സഹിക്കണമെന്ന് പറയുന്നതിനകത്ത് ന്യായമുണ്ടോ? ഒരു പാർട്ടിക്കും, ഞാനതാണ് പറയുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ പൊറുക്കാൻ കഴിയത്തില്ല. കോൺഗ്രസ് കുറച്ചുകൂടി അത് വിശാലമായ തരത്തിൽ കാണുന്നതുകൊണ്ടാണ്. വേറെ വല്ലവരും ആയിരുന്നു ഇന്ന് പാർട്ടിയിൽ നിന്ന് ഒരു സാധാരണ മെമ്പറായിരുന്നെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ എത്രയോ പേര് പ്രസ്താവനയുടെ പേരിലും കമൻറ്റിൻ്റെ പേരിലും ഒക്കെ പുറത്താക്കിയിരിക്കുന്നു ഇല്ലേ? അത് അപ്പോൾ അവിടെ ഈ സൗജന്യങ്ങളെല്ലാം കിട്ടുന്നത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ്. അതിനെയാണ് അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുന്നത്.